അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ ഇസ്രായേലും ഇറാനും തമ്മിൽ നടത്തിയ ക്രൂരമായ വിനോദം അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളുടെ പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടന്ന ഈ യുദ്ധം, ഈ ത്രിരാഷ്ട്ര യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം, നാലാമതൊരു രാഷ്ട്രത്തെ കൂടി അതിലേക്ക് അവസാന ഘട്ടത്തിൽ വലിച്ചിഴക്കുന്നത് നമ്മൾ കണ്ടു. അത് അമേരിക്ക ഇറാനിൽ നടത്തിയ ബോംബാക്രമണത്തിന് ഒരു പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇറാൻ ഖത്തറിൽ ആക്രമണം നടത്തിയതെങ്കിലും അത് ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രത്യാക്രമണമോ പ്രകോപനമോ ഒന്നും ഉണ്ടായില്ല. ഇരുവരും സൗഹൃദ രാഷ്ട്രങ്ങൾ കൂടിയാണ്. എന്തു തന്നെയായാലും ഇറാൻ അമേരിക്കയുടെ എയർബേസ് ആക്രമിച്ചതോടുകൂടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇതൊരു ലോകമഹായുദ്ധമായി മാറുമോ എന്നുവരെ ഭീതിയുണ്ടായിരുന്നു. എങ്കിലും ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ഇസ്രായേലിന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സൂപ്പർസോണിക് അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലുകളെ തടുക്കാൻ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വയ്യാതെയാകുന്ന കാഴ്ച നമ്മൾ പലപ്പോഴായിട്ട് കണ്ടു. എന്തുതന്നെയായാലും ചെറിയ ചെറിയ സംഘങ്ങളെ ആക്രമിക്കുന്നത് പോലെയല്ല, നിരായുധരായ ഗസയിലെ ആളുകളെ ആക്രമിക്കുന്നത് പോലെയല്ല ഇറാനോട് കളിക്കുന്നത് അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നത് എന്ന് ഏറെക്കുറെ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും മനസ്സിലായി എന്ന് വേണമെങ്കിൽ ഈ യുദ്ധത്തിൽ നമുക്ക് പറയാം. എന്തുതന്നെയായാലും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ആകാശത്തിൽ പാറിപ്പറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ലോകത്ത് സമാധാനം പുലരട്ടെ. ഇനി ഒരാളുകളും ഇങ്ങനെ പ്രത്യാക്രമണങ്ങളിൽ മരണപ്പെടാതിരിക്കട്ടെ. മരിച്ചുപോയ എല്ലാവർക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു യുദ്ധമോ ഒരു പരാക്രമണമോ ഇരു രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.